ശബരി ഹയർ സെക്കൻഡറി പള്ളിക്കുറുപ്പ് സ്കൂളിലെ രണ്ട് കൊച്ചു കൂട്ടുകാരുടെ വലിയ മനസ്സിൻ്റെ കഥയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. 2023-24 പഠനവർഷത്തിലെ 8ാം ക്ലാസ് അധ്യാപകനായ ദിലീപ് സാറിൻ്റെയും സ്റ്റാഫ് സെക്രട്ടറി സനിയ ടീച്ചറിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ കഥയുടെ തുടക്കം. നമ്മുടെ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അവർക്ക് ക്ലാസ്സിൽ ഏത് ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും ഈവൺ ഒരു തമാശ പറഞ്ഞാൽ പോലും കുട്ടികളിൽ ഒരു സന്തോഷമോ ചിരിയോ ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ക്ലാസ് അധ്യാപകനായ ദിലീപ് മാഷും ഷാനിയ ടീച്ചറും ആ പെൺകുട്ടിയോട് എന്താണ് അവളുടെ പ്രശ്നമെന്ന് അന്വേഷിച്ചപ്പോഴാണ്, ടീച്ചറെ എനിക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുക, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എനിക്ക് സ്വന്തമായി വീടില്ല, അച്ഛന് അസുഖമാണ്, വല്യച്ഛന് ക്യാൻസർ പേഷ്യൻ്റാണെന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ്, അതായത് അവർക്ക് ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും അതിന് ആൻസർ പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അവരെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് മാത്രമല്ല, അവരുടെ അച്ഛന് തീരെ വയ്യാണ്ട് ഒരു സിറ്റുവേഷനിലാണ്. ജോലിക്ക് പോയി വന്നാൽ കരയായിരിക്കും, ജോലിക്ക് പോകാൻ പറ്റാണ്ട് ജോലിക്ക് പോയിട്ട് കരഞ്ഞിട്ട് ആ ഒരു കണ്ടീഷൻ കണ്ടിട്ടാണ് ടീച്ചറെ ഞങ്ങൾ ദിവസവും സ്കൂളിലേക്ക് എത്തുന്നത്. ഈ ഒരു വിവരം നമ്മൾ സ്റ്റാഫ് സെക്രട്ടറിയെ ധരിപ്പിക്കുകയും സ്റ്റാഫ് സെക്രട്ടറി മുഖേന അത് HMനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറെ സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ശബരി ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശശികുമാർ സാറ് കുരുന്നു മക്കളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ട്രസ്റ്റിന് കീഴിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളും ഏകദേശം 7000-ഓളം കുട്ടികൾക്ക് ഹുണ്ടിക, അതായത് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പാത്രം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായി 100 രൂപ നിക്ഷേപിച്ചിട്ടാണ് കുട്ടികൾ കൊടുത്തത്. ഞങ്ങളെ ആകർഷിച്ചത് ഈ ഹുണ്ടികയല്ല, മറിച്ച് അതിന് പുറത്തൊരു സ്ലിപ്പ് ഒട്ടിച്ചിരുന്നു. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് കുട്ടികൾ ഇതിലിടുന്ന പൈസ സ്വരൂപിച്ച് ഭാവിയിൽ എന്താണ് അവരുടെ ആഗ്രഹം അത് എഴുതി വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. 3ാം ക്ലാസ്സിലെ അശ്വന്തും 1ലെ അശ്വതിയും എഴുതിയ ആഗ്രഹമാണ് ഞങ്ങൾ മുൻപ് പറഞ്ഞ ആ ചർച്ചാ വിഷയം. ജൂണിൽ ക്ലാസ് തുടങ്ങുമ്പോൾ പേന പെൻസിൽ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കാൻ അച്ഛനെ സഹായിക്കണം, മിച്ചം വരുന്നത് പാവങ്ങൾക്ക് നൽകണം. ഈ കുരുന്നുകളുടെ ഈ തീരുമാനമാണ് ഞങ്ങളുടെ മനസ്സ് നിറച്ചത്. ഇതിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ആ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലുള്ള അനുകമ്പയും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പഠന വിഷയങ്ങൾക്കപ്പുറമാണ്. അതിൽ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ എല്ലാവരും വിജയിച്ചു എന്ന് വേണം കരുതാൻ. കുരുന്നു കുഞ്ഞുങ്ങളിൽ നന്മ വളർത്തിയെടുക്കാൻ ആരംഭിച്ച യജ്ഞത്തിന് ഇതിലും മനോഹരമായൊരു ആദ്യത്തെ അധ്യായം വേറെ ഉണ്ടോ?